Centrifugal compressor third problem. A centrifugal compressor draws in air at temperature of 27 degrees Celsius running at 18,000 rpm. The outer diameter of blade tip is 550 mm, slip factor is 0.82 and isentropic efficiency is 0.76. Then calculate the temperature rise of air passing through the compressor. Then the static pressure ratio. Then assume the velocities of air at inlet and outlet are same. Okay, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഈ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. The velocities of air at inlet and outlet are same. Then take Cp of air is 1.005 kilojoule per kilogram Kelvin. ഈ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിലും യു ഹാവ് ടു അസ്യൂം. ഓക്കെ, ഇത് ബൈ ഹാർട്ട് പഠിക്കുക. 1.005 കിലോജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഓക്കെ, സോ ഇത്രയും ഡാറ്റാസാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കൊന്ന് ഗിവൺ വാല്യൂസ് നോട്ട് ചെയ്ത് വെക്കാം. സെൻട്രിഫ്യൂഗൽ കംപ്രസർ ഡ്രോസ് ഇൻ എയർ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 27 degrees Celsius. That means T1 is equal to 27 degrees Celsius. That is 300 Kelvin. Running at 18,000 rpm. N is equal to 18,000 rpm. The outer diameter of blade tip is 550 mm. That is, outer diameter means D2 is 550 mm or 0.55 meter. The slip factor is 0.82. Slip factor 5s is equal to 0.82. സ്ലിപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൂടി നോട്ട് ചെയ്ത് വെച്ചോ. സ്ലിപ്പ് ഫാക്ടർ ഈസ് ടാൻജൻഷ്യൽ വെലോസിറ്റീൻ്റെ റേഷ്യോ ആണ്. ആക്ച്വൽ ടാൻജൻഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ഐഡിയൽ. ഓക്കെ, ഇതാണ് ഐഡിയൽ. ബ്ലേഡിൻ്റെ വെലോസിറ്റിയാണ്. ഐഡിയലി ഇത്രയും വെലോസിറ്റിയിൽ ടാൻജൻഷ്യൽ വെലോസിറ്റി ഉണ്ടാവണം, ബട്ട് അത്രയും കുറച്ച് ലോസസ് ഉള്ളതുകൊണ്ട് അത്രയും ഉണ്ടാവില്ല. VW2 ഉണ്ടാവുള്ളൂ. സോ സ്ലിപ്പ് ഫാക്ടർ ഈസ് ഈക്വൽ ടു 0.82. Now isentropic efficiency. Isentropic efficiency is 0.76. Then you have to calculate. പിന്നെ ഒരു വാല്യൂ കൂടി തന്നിട്ടുള്ളത് Cp ഓഫ് എയർ ആണ്. 1.005 കിലോജൂൾ പെർ kilogram Kelvin. So you have to calculate. First question, you have to find out the temperature rise. Temperature rise of air passing through the compressor. അതായത് T2 മൈനസ് T1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ T അല്ലെങ്കിൽ T2 മൈനസ് T1. Then second question is, you have to calculate the static pressure ratio. P2 by P1 ആണ് സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ. P2 by P1. ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു കണ്ടീഷൻ 5s സ്ലിപ്പ് ഫാക്ടർ തന്നിട്ടുണ്ട്. സ്ലിപ്പ് ഫാക്ടർ ഈസ് VW2 by U2 ആണ്. ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് VW2 by U2. നൗ ഡയമീറ്റർ ഓൾസോ, ഡയമീറ്റർ D2 എന്നുള്ള വാല്യൂ നമുക്കറിയാം. സോ ഫ്രം ദാറ്റ് യു ക്യാൻ കാൽക്കുലേറ്റ് U2. ഓക്കെ, സോ U2 കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. U2 is equal to pi D2 N by 60 is equal to pi into 0.55 into 18,000 divided by
60. 5 into 0.55 into 18,000 divided by 60. It will be approximately around 518.36 meter per second. ഓക്കെ, എല്ലാ വാല്യൂസും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എറർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് 0.518 meter per second. So from the definition of slip factor, $5 is equal to VW2 by U2. This gives VW2 is equal to 5S into U2, 0.82 into U2, 518.36. Okay, so that gives VW2 is equal to 425.05 meter per second. VW2 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. നൗ നമുക്ക് ടെമ്പറേച്ചർ പ്രഷറൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അത് കിട്ടണമെങ്കിൽ നമുക്ക് രണ്ട് വർക്ക് ഡണ്ണും ഇക്വേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആക്ച്വൽ വർക്ക് ഡണ്ണും തിയറട്ടിക്കൽ വർക്ക് ഡണ്ണും ഓയിലർ വർക്ക് ഡണ്ണും നമുക്ക് കമ്പയർ ചെയ്യണം. സോ ഈ ക്വസ്റ്റ്യനിൽ വർക്ക് ഫാക്ടർ 5W വാല്യൂ ഒന്നും തന്നിട്ടില്ല. സോ അസ്യൂം ദാറ്റ് 5W is equal to 1. വർക്ക് ഫാക്ടർ 5W is equal to 1. ഓക്കെ, സോ ഇത് 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? VW2 U2, that is oiler work done, ideal work done, is equal to the actual work done per unit mass, Cp into T2 minus T1. ഇതെല്ലാം per unit mass ആണ്. ഓയിലർ വർക്ക് ഡൺ per unit mass is equal to actual work done per unit mass. ഇത് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന വർക്ക് ഡൺ. ഇത് ഓയിലർ ഇക്വേഷൻ, ഫണ്ടമെൻ്റൽ ഓയിലർ ഇക്വേഷൻ ആംഗുലർ മൊമെൻറ്റം, ചേഞ്ച് ഇൻ ആംഗുലർ മൊമെൻറ്റം വെച്ചിട്ട് ഡിറൈവ് ചെയ്ത ഇക്വേഷൻ. ദെൻ വി ആർ അസ്യൂമിങ്, ഇതിൽ ഇൻലെറ്റ് ഫ്ലോ കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. സോ വി ആർ അസ്യൂമിങ് ആൽഫ ഈസ് ഈക്വൽ ടു 90, അല്ലെങ്കിൽ റേഡിയൽ ഫ്ലോ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആൽഫ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആൻഡ് VW2 ഈസ് ഈക്വൽ ടു 0. അത് VW1 ഈസ് ഈക്വൽ ടു 0. VW1 ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ VW2 U2 മാത്രം വന്നത്. ശരിക്കും VW2 U2 മൈനസ് VW1 U1 എന്നുള്ള ടേം ഉണ്ടാവും. ബട്ട് വി ആർ അസ്യൂമിങ് ദീസ് ടു കണ്ടീഷൻസ്. ഇത് രണ്ടും അസംഷൻസ് ആണ്. Assume first one 5W is equal to 1 and second assumption is radial flow. ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് ഈ രണ്ട് വാല്യൂസും തരികയാണെങ്കിൽ അതനുസരിച്ചിട്ട് വേണം ഈ ടേം ഇക്വേറ്റ് ചെയ്യാൻ. ഓക്കെ, ആൻഡ് ആൽഫേൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് ഇവിടെ VW1 മൈനസ് U1 എന്നുള്ള ടേമും കൂടി വരും. സോ ഇത്രയും കിട്ടി. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ VW2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, U2 കാൽക്കുലേറ്റ് ചെയ്തു, Cp നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ ദ ഓൺലി അൺനോൺ ഈസ് T2 മൈനസ് T1, ദ ടെമ്പറേച്ചർ റൈസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റ് പുറത്ത് വരുന്ന ടെമ്പറേച്ചർ മൈനസ് കംപ്രസറിൻ്റെ ഇൻലെറ്റിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ, അതായിരിക്കും കംപ്രസറിൻ്റെ ഉള്ളിൽ നടക്കുന്ന ടെമ്പറേച്ചർ റൈസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റും. T2 മൈനസ് T1 ഈസ് ഈക്വൽ ടു VW2 U2 divided by Cp. VW2 is 425.05 and U2 is 518.36 all divided by Cp 1.005 kilojoule ആയതുകൊണ്ട് into 10⁻³ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ T2 മൈനസ് T1 ഈസ് ഈക്വൽ ടു 219.23 കെൽവിൻ കിട്ടും. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ 219.23 കെൽവിൻ. ഓക്കെ, now you have to calculate the pressure ratio P2 by P1 എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് നമുക്ക് അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. P2 by P1. സോ ആ ഒരു
കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി എന്നുള്ള ടേം നമുക്ക് തന്നിട്ടുള്ളത്. ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ 0.76 ആണ്. ഇനി ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി നമ്മളൊരു TS ഡയഗ്രാം വരച്ച് നോക്കാം. സോ സപ്പോസ് എല്ലാം സ്റ്റാറ്റിക് വാല്യൂസ് ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ സ്റ്റാറ്റിക് വാല്യൂസ് ആണ് തന്നത്. സോ സ്റ്റാറ്റിക് വാല്യൂസിൻ്റെ ടേംസിൽ വരച്ചാൽ മതി. P1 P2 രണ്ട് പ്രഷർ. നൗ സപ്പോസ് ഇതാണ് ഇൻലെറ്റ് ടെമ്പറേച്ചർ എങ്കിൽ T1 എങ്കിൽ ഐഡിയലി ഐസെൻട്രോപ്പിക്കൽ കംപ്രഷൻ ഇങ്ങനെയാണ് നടക്കേണ്ടത്. ഐസെൻട്രോപ്പിക്കലി വെർട്ടിക്കൽ ലൈനായിട്ടാണ് നടത്തേണ്ടത്. ഇത് T2 ഡാഷ് ഐഡിയൽ കേസ് ആയതുകൊണ്ട് T2 ഡാഷ് എന്ന് പറഞ്ഞു. ബട്ട് കംപ്രസറിൽ ഒരുപാട് ലോസസും ഡീവിയേഷൻസും ഒക്കെ വരുന്നതുകൊണ്ട് ഈ ഒരു പാറ്റേണിൽ കംപ്രഷൻ നടക്കില്ല. ആക്ച്വൽ കംപ്രഷൻ വിൽ ബി ഡീവിയേറ്റഡ് ഫ്രം ദിസ് ലൈൻ. ഇങ്ങനെയായിരിക്കും കംപ്രഷൻ നടക്കുക. സപ്പോസ് ദിസ് ടെമ്പറേച്ചർ ഈസ് T2. ദെൻ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഈ ഐഡിയൽ കംപ്രഷൻ ഡിവൈഡ് ബൈ ആക്ച്വൽ കംപ്രഷൻ, അതിനെയാണ് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഈക്വൽ ടു T2 ഡാഷ് മൈനസ് T1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 എന്ന് വരും. T2 ഡാഷ് മൈനസ് T1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. So 0.76 is equal to 0.76 is equal to T2 dash minus T1 divided by T2 minus T1. നമ്മൾ ജസ്റ്റ് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇറ്റ്സ് അറൗണ്ട് 219.23 Kelvin ആണ്. സോ ഫ്രം ദിസ് യു ക്യാൻ കാൽക്കുലേറ്റ് T2 ഡാഷ്. T1 നമുക്കറിയാം. T2 dash is equal to 219.23 into 0.76 plus T1. T1 വാല്യൂ 300 Kelvin ആണ്. സോ പ്ലസ് 300. സോ യുവർ T2 dash will be 466.6 Kelvin കിട്ടും. T2 dash is 466.6 Kelvin. Okay. സോ T2 ഡാഷ് കിട്ടി, T1 കിട്ടി. സോ ഇത് ഐസെൻട്രോപ്പിക് കംപ്രഷനാണ്. സോ നമുക്ക് ഐസെൻട്രോപ്പിക് കംപ്രഷൻ്റെ കേസിൽ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ നമുക്ക് അറിയാം. T2 ഡാഷ് ബൈ T1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ P2 ആണ്. P2 ബൈ P1 ഹോൾ റേസ് ടു P2 ബൈ P1 ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമയാണ് ഫ്രം ഐസെൻട്രോപ്പിക് കംപ്രഷൻ എക്സ്പ്രഷൻ. ഈ ഒരു എക്സ്പ്രഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് ആവശ്യമുണ്ട്. ഇത് ഓർമ്മിച്ച് വെക്കുക. കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ യൂസ് ചെയ്ത ഇക്വേഷനാണ്. സോ ഫോർ ഐസെൻട്രോപ്പിക് കംപ്രഷൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈസ് T2 dash by T1. This T2 dash by T1 is equal to corresponding pressure P2 by P1 whole raised to gamma minus 1 by gamma. Then isentropic compression gamma for air നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് 1.4 ആയിട്ടാണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ യു ഹാവ് ടു ടേക്ക് ഗാമ ഈസ് ഈക്വൽ ടു 1.4. ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും വാല്യൂസ് തരികയാണെങ്കിൽ ഗാമ ഈസ് ഈക്വൽ ടു 1.2 1.3 എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ തരികയാണെങ്കിൽ ആ വാല്യൂ വേണം യൂസ് ചെയ്യാൻ. ബട്ട് ഇവിടെ ക്വസ്റ്റ്യനിലൊന്നും തന്നിട്ടില്ല. സോ ഗാമ ഈസ് ഈക്വൽ ടു 1.4. സോ നമുക്ക് T2 ഡാഷ് അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ T2 ഡാഷ് ഈസ് 466.6 ആണ്. ഡിവൈഡഡ് ബൈ T1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 300 Kelvin ആണ്. ഈസ് ഈക്വൽ ടു P2 ബൈ P1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹോൾ റേസ് ടു 1.4 മൈനസ് 1 0.4 ഡിവൈഡഡ് ബൈ 1.4 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ P2 ബൈ P1 ഈസ് ഈക്വൽ ടു 466.6 ഡിവൈഡഡ് ബൈ 300. 466.6 ഡിവൈഡ് ബൈ 300 ഓൾ റേസ് ടു റെസിപ്രോക്കൽ 1.4 ബൈ 0.4 എന്ന് വരും. ദെൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ
it's equal to around 4.69. So the pressure ratio P2 by P1 is equal to 4.69. ഇതാണ് സെക്കൻഡ് ആൻസർ. സോ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞ രണ്ട് വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ. സിമിലർലി ക്വസ്റ്റ്യൻ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് കുറേ പ്രോബ്ലംസ് ഉണ്ട്. നമ്മളൊരു 3 പ്രോബ്ലം ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ബാക്കിയുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തു നോക്കുക. ഓക്കെ. നൗ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിലിനി കുറച്ച് ഒരു തിയറി പോർഷനും കൂടി ഉണ്ട്. ചോക്കിങ്, സർജിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ട് ഒന്ന് റെഫർ ചെയ്താൽ മതി, വായിച്ച് നോക്കിയാൽ മതി. ചോക്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചെറിയ തിയറിയാണ്. ഓക്കെ. സെൻട്രിഫ്യൂഗൽ കംപ്രസറിൽ. ആ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കും കൂടിയാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ആക്സിയൽ ഫ്ലോ കംപ്രസറാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇത് അടുത്ത വീഡിയോയിൽ കംപ്ലീറ്റ് ആക്കാം. ആക്സിയൽ ഫ്ലോ കംപ്രസർ. ഈ ഒരു ആക്സിയൽ ഫ്ലോ കംപ്രസറും കൂടി കഴിഞ്ഞാൽ നിങ്ങളെ 6th മോഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഓക്കെ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.